നമസ്കാരം. ഇന്നിപ്പോൾ എല്ലാവരും ചിലപ്പോൾ എന്നെ പഞ്ഞിക്കിടാൻ നിൽക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനത്തെ ഒരു ന്യൂസാണ് പറയുന്നത്. കാരണം നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്നൊരു വീഡിയോ ആണ്. നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ആ രേണുസുതി എന്ന് പറഞ്ഞ ഒരു കലാകാരിയെ എല്ലാവരും ട്രോളുന്നു. അതുപോലെ തന്നെ പല ബാഡ് കമൻറ്റുകളായിട്ട് ആ ഒരു കലാകാരിക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കലാകാരി എന്നുള്ള ഒരു നിലക്കാണ് ഞാൻ പറയുന്നത്. അവർ കലയെ അഭിനയിച്ച് അയാളെ അവരെ ജീവിതമാർഗ്ഗങ്ങൾ കണ്ടെത്തണു. അവരിപ്പോൾ ഭർത്താവ് മരിച്ചുപോയി, സുധി ചേട്ടനാണ് മരിച്ചു പോയത്. അപ്പോൾ എന്തായാലും അവർക്ക് ജീവിച്ചേ പറ്റുള്ളൂ. അവരെന്ത് കല എടുത്തിട്ടും ഇതിലും മോശമായ രീതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്, എത്രയോ ആളുകളുണ്ട്. പെൺവാണിഭവും അതുപോലെ തന്നെ മയക്കുമരുന്നും കണ്ട ഇതൊക്കെ ആയിട്ടുള്ള ജീവിക്കുന്ന ആൾ. പക്ഷേ ഇവർ അതുപോലെ ഒന്നും അല്ലല്ലോ ജീവിക്കുന്നത്. മാന്യമായിട്ട് അഭിനയിച്ച് അവരെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് അഭിനയിക്കുന്നു, അവരെ നല്ല രീതിയിൽ അവരെ നോക്കുന്നു. അതിന് ഒരുപാട് ആൾക്കാർ സുധി മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവർ വീട്ടിൽ അടഞ്ഞു കൂടിയിരിക്കണ്ട. ഈ പറയുന്ന ആളുകൾ അവർക്ക് എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കുന്ന അങ്ങനെയൊക്കെ ആകുമ്പോഴല്ലേ നമുക്ക് നല്ല ഒരു കലാകാരി എന്നുള്ള നിലക്കാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ലാതെ വ്യക്തിപരമായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. കാരണം ഞാനൊരു കലാകാരനായതുകൊണ്ട് നമ്മൾ ആ കലയെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ ഒരു കലാകാരിനെ ഇങ്ങനെ എപ്പോൾ നോക്കുമ്പോൾ, കാരണം ഇപ്പോൾ ആളൊരു പോസ്റ്റർ ഇട്ടാൽ പോലും അതിൽ താഴെ ബാഡ് കമൻ്റ് ആകും ഏറ്റവും കൂടുതൽ കിടക്കുന്നത്, നല്ല കമൻറ്റുകൾ കുറവായിരിക്കും. അപ്പോൾ എന്തിനാണ് അവരെ നെഞ്ഞത്ത് ഇങ്ങനെ കയറാൻ നിൽക്കുന്നതെന്ന് ഒരു കാരണം ഇതിപ്പോൾ പറയുമ്പോൾ എൻ്റെ മേലേക്ക് പഞ്ഞിക്കിട്ടിട്ട് ആളുകൾ വരും. കാരണം അങ്ങനത്തെ ഒരു ന്യൂസാണ് ഞാൻ പറയുന്നത്. കാരണം എപ്പോൾ നോക്കുമ്പോഴും ഞാൻ കാണുമ്പോൾ ഈ രേണുസുതിയുടെ ഏത് വീഡിയോസ് ഞാൻ കാണുമ്പോഴും അവരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളും അതുപോലെ തന്നെ സംസാരങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഒരു ടീമുണ്ട്, അവരെ ട്രോൾ ചെയ്ത് കൊല്ലുന്നൊരു പരിപാടിയുണ്ട്. അതിനാ ട്രോൾ ചെയ്തോട്ടെ, അതൊന്നും കുഴപ്പമില്ല, കേസല്ല. പക്ഷെ എന്തായാലും അവരെ ജീവിതത്തേക്ക് കടന്നു ചെന്നിട്ട് നമ്മളിങ്ങനെ ഇതുപോലെയൊക്കെ സംസാരിക്കാനും വേറെ ഇതിനൊക്കെ എന്തിനാണ് നിൽക്കുന്നത്? കാരണം അയാൾ നല്ലൊരു കലാകാരി, ആ കലാകാരി അഭിനയിച്ചു അവർക്ക് എന്തെങ്കിലും തുച്ഛമായ വരുമാനം കിട്ടുമ്പോൾ അവരതിന് ആ ഒരു ഇതുകൊണ്ട് അവരെ മക്കളെ പോറ്റുന്നു. പിന്നെ ഇപ്പോൾ അവർക്ക് സുധി ചേട്ടൻ മരിച്ചതിനാൽ അവർക്ക് വീട് വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ അവർക്ക് നല്ല വീട് വേണം, ഇനിയും വലിയ 2 നില വീട് വേണം. അതൊക്കെ അവരേതായിട്ടുള്ള കാര്യങ്ങളല്ലേ. അതിനൊക്കെ എന്തിനാണ് നമ്മളിങ്ങനെ അവരെ കുറ്റം പറഞ്ഞ് നടക്കുന്നത്? എന്തായാലും അതൊരു മോശമായ കാര്യം എന്നുള്ള, ഞാനൊരു കലാകാരി എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോഴും ഞാൻ വീണ്ടും പറയുകയാണ്. ഒരു കലാകാരി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. അതുപോലെ വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു ഇതുമില്ല. പക്ഷേ ആ ഒരു വ്യക്തിയെ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു വിഷമം. കാരണം എന്താ വെച്ചാൽ നമ്മളവരെ സ്നേഹിക്കുന്നത്, നമ്മളൊരു കലയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. കാരണം അവർ ഒരുപാട് നല്ല ഇപ്പോൾ ആൽബങ്ങളിലും അതുപോലെ സിനിമകളിലും എല്ലാത്തിലും അഭിനയിക്കുന്നുണ്ട്, നല്ല രീതിയിൽ അഭിനയിക്കുന്നു. അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവർ അഭിനയിക്കുന്നുണ്ട്. അതിനെ ട്രോളാനൊക്കെ എന്തിനാണ്? ഒരു ആൾ എന്തൊരു വീഡിയോ ഇട്ടാലും അതിന് ബാഡ് കമൻറ്റാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. എന്തിനാണ് അതിൻ്റെ ആവശ്യം? അവർ ജീവിച്ചു പൊക്കോട്ടെ, അവരും ജീവിക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും നെട്ടോട്ട് ഓടുന്നുണ്ട്. അതപ്പോൾ അതിലൊരാൾ കൂടി ആ രേണുസുതി എന്ന് നിങ്ങൾ